ഇതൊരു സ്റ്റോറി അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ സ്റ്റോറിയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് കണ്ടിട്ട് ഇത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. ഇനിയത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം. ഇല്ല, എല്ലാവരും അറിയണം. ഇത് നേരത്തെ തന്നെ ഇത് പബ്ലിസിറ്റി കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു. അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഇത് റിയൽ സ്റ്റോറിയാണ്, വെരി റിയാലിറ്റി, ഫുൾ റിയാലിറ്റിയാണ്. ഇതിനാരെങ്കിലും എഗൻസ്റ്റ് പറയുന്നു എന്നുണ്ടെങ്കിൽ അവർ കൾപ്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് എഗൻസ്റ്റ് പറയുന്നത്. എന്റെ പൊന്നാര തള്ളച്ച, ഇതുപോലൊരു നാടകം അഭിനയിക്കാൻ വേണ്ടി സംഘികൾ നിനക്ക് എത്ര പൈസ തന്നു? എത്ര പൈസ തന്നു? നീ ഒരു മാസം മുമ്പാണ് ഇതുപോലെ ഒരു നാടകം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്നെ തള്ളച്ചേ. പറ തള്ളച്ചേ, കേരളത്തിനകത്ത് ഏത് ബ്രാഹ്മണ സ്ത്രീയുടെ വായിക്കകത്താണ് മുസ്ലിങ്ങൾ ബീഫ് കുത്തിത്തുരക്കണത്? തെളിവ് സഹിതം നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറഞ്ഞു തരാൻ പറ്റുമോ? തെളിവ് സഹിതം. എന്തിനാണ് ആ സ്ത്രീയുടെ വായിക്കകത്ത് മുസ്ലിങ്ങൾ ബീഫ് കുത്തിത്തുറക്കേണ്ട ആവശ്യം? നല്ല ചൂട് പുറവട്ടിയും നല്ല ബീഫ് ഫ്രൈയും വെച്ചു കൊടുത്താൽ അത് തന്നെ അണ്ണാക്കിലേക്ക് കുത്തിത്തുരയിക്കോളും. മനസ്സിലായാണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിഫ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് 6 ദിവസം പീഡിപ്പിച്ചു സംഘികൾ. 6ാമത്തെ ദിവസം ആ കുട്ടിയെ സംഘികളെല്ലാം കൂടി ചേർന്ന് തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. ഒരു പാവം പിടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു. വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ തന്നെ സംഘികൾ കൂട്ടത്തോടുകൂടി ആ വൃദ്ധനെ അടിച്ചു കൊന്നു. ഗുജറാത്തില് ഒരു ട്രെയിനിനകത്ത് 1000കണക്കിന് മുസ്ലിങ്ങളെ ചുട്ടുകൊന്നു. അതേപോലെ തന്നെ ഗുജറാത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ കുന്തം കൊണ്ട് വയറ്റിൽ കുത്തി ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന്, ആ ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ആ കുട്ടിയെ പുറത്തെടുത്തു. അങ്ങനെയും കൊന്നു. ഇതൊന്നും നിനക്ക് റിയലായിട്ട് തോന്നുന്നില്ല തള്ളച്ചേ? ഉത്തരേന്ത്യയിലുള്ള സംഘികളെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പടച്ചിങ്ങോട്ട് വിടും. അതിന് വന്നിരുന്ന് മോങ്ങുകയാണ്. ഹിന്ദു സ്ത്രീകൾ മുസ്ലിം പയ്യന്മാർ പോയി വിളിച്ചാൽ കൂടെ പോരുമെന്ന് സംഘികൾ ഹിന്ദു സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സ്ത്രീകളെ ആ സംഘികളോട് കാണിക്ക് തള്ളച്ച് നിന്റെ ഈ രോഷം. അല്ലാതെ മുസ്ലിങ്ങളോടല്ല കാണിക്കണ്ടേ.